ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 7-ാം വാക്യത്തിൽ, പൊക്കവും ഉയരവും ഉള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു, അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെന്നു. നീതിമാൻ കഴിഞ്ഞു പോകുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ്. ജാതികളുടെ ദൈവങ്ങളുടെ ഇരിപ്പിടം ഉയരമുള്ള സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനവും ഉയരമുള്ള മലയിൽ ജാതികളെപ്പോലെ തന്നെ ബലി കഴിക്കുകയാണ്. പൊക്കമുള്ള മലകളിലാണ് ജാതികൾ ആരാധിക്കുന്നത്. അത് കണ്ട് ഇസ്രായേൽ ജനവും അത് തന്നെ പ്രവർത്തിക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ, കതകിനും കട്ടളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ട് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കുതിച്ച് ആംഗ്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ വിട്ട് അവർ രഹസ്യമായി മറ്റു ദൈവങ്ങളെ സേവിക്കുകയാണ്. അവരുമായി ഉടമ്പടി ചെയ്തു. അവരുമായിട്ട് സമയം ചെലവിടാനാണ് അവർ ആഗ്രഹിച്ചത്. ജീവനുള്ള ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ സേവിക്കുന്നവരെ വ്യഭിചാരികൾ എന്നാണ് ദൈവം വചനത്തിൽ വിളിക്കുന്നത്. വ്യഭിചാരമാണ് അവർ ചെയ്യുന്നത്. 9-ാമത്തെ വാക്യത്തിൽ, മോലേക്കിൻ്റെ അടുക്കൽ ചെന്നു, നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്തു, നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളം ഇറങ്ങിച്ചെന്നു. അതൊരന്യ ദൈവമാണ്. ഇസ്രായേൽ ജനം സമ്മാനങ്ങളുമായിട്ട് ദൂതന്മാരെ ഈ മോലേക്കിൻ്റെ അടുക്ക് അയച്ച് പറഞ്ഞയക്കുകയാണ്, രാജാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ. അവർ ഇങ്ങനെയൊക്കെ ചെയ്യുക. അവർ അന്യ ദൈവങ്ങളെ പ്രസാദിപ്പിച്ച് ജാതികളുടെ ദൈവങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. 10-ാമത്തെ വാക്യത്തിൽ, വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. അപ്പം വിഗ്രഹാരാധന അവർ തുടരുകയാണ്. അവർക്കൊരു മടുപ്പുമില്ല. അവർ വെറുതെ വിഗ്രഹങ്ങളെ സേവിക്കുകയാണ്. അവർ നന്മയൊന്നും പ്രാപിക്കാഞ്ഞിട്ടും അവർ മടുക്കുന്നില്ല, ക്ഷീണിക്കുന്നുമില്ല. അത്രയ്ക്ക് ഈ ജനം അധപ്പതിച്ചിരിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ, കപടം കാണിപ്പാനും എന്നെ ഓർക്കുകയോ കൂട്ടാക്കുകയോ ചെയ്യാതിരിപ്പാനും നീ ആരെയാകുന്നു ശങ്കിച്ചു ഭയപ്പെട്ടത്? ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത്? കപടഭക്തിയാണ് ഇവർ കാണിക്കുന്നത്. ദൈവം ഏറ്റവും വെറുത്തിരുന്ന കാര്യമാണ്. പുറമേ ഭക്തി നടിക്കുന്നവരാണിവർ. ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് ഇവർ അകമേ ഒരു സ്വഭാവവും പുറമേ മറ്റൊരു സ്വഭാവവും കാണിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ മുന്നിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. എന്നാൽ ഇവർക്ക് ദൈവത്തെ ഭയം ഇല്ലാത്തത് കൊണ്ട് ദൈവം അവരുടെ പാപജീവിതത്തെ അറിയുന്നില്ല എന്നോർത്താണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ദൈവം അവരോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അതിനനുസരിച്ച് അവർ പാപത്തിൽ തുടരുകയാണ് ചെയ്യുന്നത്. 12-ാമത്തെ വാക്യത്തിൽ, നിന്റെ നീതി ഞാൻ വെളിച്ചത്താക്കും, നിന്റെ പ്രവൃത്തികളോ നിനക്ക് പ്രയോജനമാകുകയില്ല. ഇവിടെ നിന്റെ നീതി എന്ന് പറഞ്ഞാൽ അവർ നീതി ചെയ്യുന്നു എന്നുള്ളതല്ല. അവർ നീതി എന്ന് കരുതി അവർക്ക് നീതി യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് അവർ നീതി എന്ന് കരുതി ചെയ്യുന്ന നീതിയല്ലാത്ത പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരും, അത് കാണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവയെല്ലാം കപടത നിറഞ്ഞ പ്രവൃത്തികളാണ്. 13-ാമത്തെ വാക്യത്തിൽ, നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ, എന്നാൽ അവയൊക്കെയും കാറ്റു പാറ്റിക്കൊണ്ടു പോകും. ഒരു ശ്വാസം അവയെ നീക്കിക്കളയും. എങ്കിലും എന്നെ ആശ്രയിക്കുന്നവൻ ദേശത്തെ അവകാശമാക്കി എൻ്റെ വിശുദ്ധ പർവ്വതത്തെ കൈവശമാക്കും. അപ്പോൾ അവർ ആശ്രയിക്കുന്ന വിഗ്രഹങ്ങൾ അവരെ രക്ഷിക്കത്തില്ല. അവയെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അവയ്ക്ക് ഒരു ശക്തിയുമില്ല. ഒരു കാറ്റിനും ഒരു ശ്വാസത്തിനും നീക്കിക്കളയാൻ കഴിയുന്നത് പോലെ ശക്തിയില്ലാത്ത വിഗ്രഹങ്ങളെയാണ് അവർ
ആരാധിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്ന അതിനോടാണ്. എന്നാൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവർ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവം ഒരുക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെരൂശലേമാണ് ഈ വിശുദ്ധ പർവ്വതം. ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം നിത്യമായ സ്വർഗത്തിൽ കൊണ്ടുപോവുകയും തന്നെ തള്ളിക്കളഞ്ഞിട്ട് വിഗ്രഹാരാധന ചെയ്യുന്നവരെ, വിഗ്രഹത്തെ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോവുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അപ്പാ അങ്ങേ ആശ്രയിച്ച് കർത്താവെ, അപ്പാ നിത്യമായ സ്വർഗത്തിൽ എത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ. അപ്പാ ഈ ഭൂമിയിലെ യാതൊരു നേട്ടങ്ങൾക്കായി കർത്താവെ ജീവനില്ലാത്ത ദൈവങ്ങളുടെ അടുക്ക പോകുവാൻ ഇടയാവരുതേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവസാന ശ്വാസം വരെയും നിലനിർത്തണമേ പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.